വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള നിലയ്ക്ക് പഠിച്ചു പോവാണ്. LGS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം. ഒരു 30 ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ഒരു മാസം കൊണ്ട് നമ്മൾ 30 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണ്. അപ്പൊ ഈ 30 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല റാങ്കിൽ എത്താനായിട്ട് സാധിക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയുള്ള രീതിയിൽ പഠിച്ചു പോവുക. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്ഥിരമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ അതിലാ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏത് മേഖലയിൽ നിന്ന് ചോദ്യം വരുന്ന മനസ്സിലാവും. അപ്പൊ ഹോട്ട് ടോപ്പിക്സിന്റെ പഠനം കൂടി ആകുമ്പോൾ ഇത് വരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉയരാനായിട്ട് സഹായകവും. ഇതിനു മുമ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മുമ്പ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോ പുതിയതായിട്ട് വീണ്ടും ഈ LGSന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങുകയാണ് നമ്മള്. അപ്പൊ LGS വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, നിങ്ങൾ പഠനം പിന്നോട്ട് പോകരുത്. എന്ത് കാര്യവും തുടങ്ങുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവും. ആ ആവേശം കൊണ്ട് മാത്രം കാര്യമില്ല മക്കളെ. നമ്മുടെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന വരെ ആവേശം നിങ്ങൾ കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ടീച്ചർ കൂടുതൽ സംസാരിച്ച് സമയം കളയല്ല. ഇടയ്ക്ക് നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു എനർജി തന്നില്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഡൗൺ ആയി പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പഠനം, ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്ര മിനിറ്റ് വരുന്ന നമുക്ക് നോക്കാം. ഒരു 10-20 മിനിറ്റിനുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പഠിച്ചു പോകും. അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വെച്ചുള്ള ഒരു ദിവസത്തെ ഒരു ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്, കുറച്ചു നേരത്തെ ഒരു GK പഠനം, അതുപോലെ തന്നെ ഒരു 10-25 GK അല്ല സോറി മാത്സ് പഠനം, ഒരു 10-25 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ ഭംഗിയായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവും. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും, ഞാനിത് നേടും. ഒരു കൺഫ്യൂഷനോട് കൂടി ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി നേടരുത്. നമ്മൾ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചിട്ടും അത് നേടാണ്ടിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ഒരു ചോദ്യചിഹ്നം എനിക്ക് നേടാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു ചോദ്യചിഹ്നത്തെ എടുത്തു മാറ്റുക, നേടാൻ പറ്റുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ടീച്ചറുടെ കൂടെ കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ പഠിച്ച് LGSന്റെ നല്ല റാങ്കിൽ എത്തണം എന്ന് പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന കുട്ടികൾ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ടീച്ചറെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും കേട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ് നമ്മള്, താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഏതാണ് എന്ന്. ഏതാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം? 68 ഡിഗ്രി കിഴക്കു മുതൽ 97 ഡിഗ്രി 25 അല്ലെ, 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കു മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഏതൊക്കെയാ ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ജയ്സാൽമീർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. അത് ഇന്ത്യയുടെ ഏത് ഭൂവിഭാഗത്തിലാണ് പെടുന്നത് എന്നാണ് ചോദിക്കണേ. ഏത് ഭൂവിഭാഗത്തിലാണ്? താർ മരുഭൂമിയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ജയ്സാൽമീർ എവിടെയാണ്? താർ മരുഭൂമി ഭൂവിഭാഗത്തിൽ പെടുന്നു. അടുത്ത, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ഏതാണ്? ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെ, എന്താ നമ്മൾ പറയാ? കാലവർഷം അല്ലെ, കാലവർഷം, വർഷക്കാലം അല്ലെ, വർഷക്കാലം. അതുപോലെ തന്നെ എന്താ പറയാ? അങ്ങനെ പല, ഇടവപ്പാതി അല്ലെ, ഇടവപ്പാതി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള എന്ത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നത് ഓർത്തു വെക്കണം. സുന്ദരവനം അല്ലെ, സുന്ദരവനം. അടുത്തത്, സുന്ദരവനം ഒരു ഡെൽറ്റ പ്രദേശമാണ്. അത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എന്ന് കണ്ടുപിടിക്കാനാ പറയണേ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അത്? വെസ്റ്റ് ബംഗാളിലാണ്. അടുത്ത നോക്കൂ. താഴെ തന്നിരിക്കവയിൽ നിന്നും
കർണാടകയിൽ 31ാമതായി രൂപം കൊണ്ട ജില്ല ഏതാണ്? കർണാടകയിൽ 31ാമത് ഒരു ജില്ല വന്നു. കർണാടകയിലെ 31ാമത്തെ ജില്ല ഏതാണ്? വിജയനഗര എന്നാണ്. കർണാടകയിലെ എത്രാമത്തെ ജില്ലയാണ്? 31ാമത് ജില്ല. അടുത്തത് നോക്കൂ, അറബിക്കടലിൽ രൂപം കൊണ്ട 2021 ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ്? അറബിക്കടലിൽ രൂപം കൊണ്ട 2021 ആദ്യത്തെ ചുഴലിക്കാറ്റിന്റെ പേര് ടൗട്ടെ എന്നാണ്. ഏതാണ്? ടൗട്ടെ ചുഴലിക്കാറ്റ് എന്നാണ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണെന്നറിയോ? 2025 അതിന്റെ പേര് ശക്തി എന്നാണ്. 2025 രൂപം കൊണ്ടത് ഏതാണ്? ശക്തിയാണ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ്? ശക്തിയാണ്. കേരള തീരപ്രദേശത്ത് നിന്ന് കാണപ്പെടുന്ന, കേരളത്തില് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കേരളത്തിന്റെ തീരപ്രദേശത്ത് കൊല്ലം ജില്ലയിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ഇൽമനൈറ്റ്, മോണോസൈറ്റ് നിക്ഷേപം കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതും കൂടി ഓർത്തു വെക്കുക. അടുത്തത് നോക്കൂ, ചവറയുണ്ട്, അതുപോലെ തന്നെ നീണ്ടകര കേട്ടിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ അല്ലെ, ആ പ്രദേശത്താണ് ഇത് കാണപ്പെടുന്നത്. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏതാണ്? കണ്ണൂരാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കണ്ണൂരാണ്, ഏറ്റവും കൂടുതൽ കടൽ തീരവും എവിടെ തന്നെയാണ്? കണ്ണൂരാണ് അല്ലെ. അതുപോലെ തന്നെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലും എവിടെ തന്നെയാണ്? കണ്ണൂരാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലും കണ്ണൂരാണ്. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതി, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രധാനം ഉൾപ്പെടാത്തത്. ഇത് PSC ഡിലീറ്റ് ചെയ്തതാണ് ഇടുക്കി ജില്ലയിലെ. അപ്പൊ ഇടുക്കി ജില്ലയിലെ കുറേ അധികം ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉണ്ട്, അതുപോലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉണ്ട്, അങ്ങനെ ധാരാളം അല്ലെ. അപ്പൊ എന്താ പറയാ, ആ ജലവൈദ്യുത പദ്ധതികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്തു വെക്കുക. ഇത് PSC ഡിലീറ്റ് ചെയ്തു എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നത് ഏതാന്ന് ഓർമ്മയുള്ള ഒരു കമന്റ് ചെയ്യാം. ശബരിഗിരി, അടുത്തത് നോക്കിയേ ജലവൈദ്യുത പദ്ധതി. അപ്പൊ കഴിഞ്ഞ ഹോട്ട് ടോപ്പിക്സിൽ എത്ര ചോദ്യമാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏതൊക്കെ നദികളാണ്? ഏതൊക്കെ നദികളാണ്? പമ്പ, കക്കി നദികളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അത് പത്തനംതിട്ട ജില്ലയിലെ പമ്പ, കക്കി നദികളിൽ നിന്നാണ് അതിന് വേണ്ട വെള്ളം എടുക്കുന്നത് അല്ലെ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതാണ് പെടാത്തത്? തദ്ദേശ സ്വയംഭരണ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അപ്പൊ താലൂക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പെടാത്തതാണ്. താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റിക്സുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? കേരള അത്ലറ്റിക്സുകളിൽ ഉൾപ്പെടുന്നതാണ് PT ഉഷ, അതുപോലെ തന്നെ TC യോഹന്നാൻ അല്ലെ, അതുപോലെ തന്നെ ആരാണ്? KM ബീനാമോൾ. PT ഉൾപ്പെടുന്നവർ അല്ലെ, PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ. അടുത്തത് നോക്കൂ, 14ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഏതാണ്? പെരിയാറാണ്. ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ്. ആദ്യത്തെ ടൈഗർ റിസർവും പെരിയാറാണ് അല്ലെ. ഇനി കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? പീലിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വത്തിന് വേണ്ടിയുള്ള പുരസ്കാരമാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം. അത് നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോടാണ് എന്ന് പറഞ്ഞു. അത് എവിടെയാണെന്നാ ചോദിക്കണേ? കാസർഗോഡ് ജില്ലയിലാണ്. എവിടെയാണ്? കാസർഗോഡ്.
ഇനി അഷ്ടമുടിക്കായൽ അല്ലെ, 8 മുടികളായിട്ട് തിരിയുന്നു. അതിന് എന്താണ്? നീരാവിയുടെ ആകൃതിയാണ്, പനയോലയുടെ ആകൃതിയാണ്, നീരാളിയുടെ സോറി നീരാവിയല്ല നീരാളി, പനയോല, അതൊക്കെ നമ്മൾ പഠിച്ചു. ഈ അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്നത് ഏത് അഴിമുഖത്ത്? ഏത് അഴിമുഖത്താണ്? നീണ്ടകര അഴിയിലാണ്. നീണ്ടകര അഴി. ആ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഏത് തുറമുഖമായിരിക്കും അപ്പോ? അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖവും ഏതന്നെയാണ്? നീണ്ടകര തുറമുഖമാണ്. അപ്പൊ അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴി ഏതാന്ന് ചോദിച്ചാൽ നീണ്ടകര അഴി പറയണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലും അതുപോലെ തന്നെ കുറവും ഉള്ളത് എവിടെയാണ് എന്നാ ചോദിക്കണേ. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ എറണാകുളത്തും ഏറ്റവും കുറവ് വയനാടുമാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? എറണാകുളത്തും ഏറ്റവും കുറവ് വയനാടുമാണ്. 2020 വർഷത്തെ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് 2020 ആര് നേടി എന്ന ചോദ്യം? മിനിമോൾ എബ്രഹാം ആണ് നേടിയത്. അടുത്തത് നോക്കൂ. പൊതുജനത്തിന് 2020 വർഷത്തെയാണ് അല്ലെ. അപ്പോ 2020 നമ്മൾ പഠിച്ചപ്പോ 25 ഒന്ന് നോക്കാൻ വേണമെങ്കിൽ 2025 ആരാണ് 2025 മികച്ച കായിക താരത്തിനുള്ള 37ാമത്തെ ജിമ്മി ജോർജ് അവാർഡ് നേടിയത്? എൽദോസ് പോൾ ആണ്. ആരാണ്? എൽദോസ് പോൾ. അറിയാത്ത കുട്ടികൾ പഠിച്ചു വെച്ചോളോ, എൽദോസ് പോൾ ആണ്. അടുത്തത് നോക്കൂ. 19ാമത്തെ ചോദ്യം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂർ. പൊതുജനത്തിന് ആദ്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂർ. പൊതുജനങ്ങൾക്ക് ആദ്യമായിട്ട് വൈഫൈ ഏർപ്പെടുത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? മലപ്പുറം പറയൂട്ടോ. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ഏതാണ്? ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് പ്രേമാശ്രമമാണ്. പ്രേമാശ്രമം രചിച്ചത് ആരാണ്? പ്രേംചന്ദ് ആണ്. ഇപ്പൊ ബാപ്പുജി, എന്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ഇതെല്ലാം വള്ളത്തോൾ നാരായണ മേനോന്റെയും പ്രേമാശ്രമം പ്രേംചന്ദിന്റെയുമാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്, അങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ, ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. അടുത്ത ചോദ്യം നോക്കൂ. സ്ത്രീകളുടെ ഉന്നമനത്തിന് ആര്യമഹിളാസഭ എന്ന സംഘടന എന്തിന്? സ്ത്രീകളുടെ ഉന്നമനത്തിന് ആരംഭിച്ചത് ആര്? പണ്ഡിത രമാബായി. ആരാ? പണ്ഡിത രമാബായി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. ആരാണ്? ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ്. ഡോക്ടർ എസ് ജയശങ്കർ എന്ന് ചുരുക്കി പറയാം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ? വിനയ് കുമാർ സക്സേന. വിനയ് കുമാർ സക്സേന ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ആണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാം? എന്നൊക്കെയാ നടന്നേ? 1930, 31, 32 കാലയളവിൽ 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ എവിടെ നടന്നു? ലണ്ടനിൽ നടന്നു. എവിടെയാ നടന്നേ? ലണ്ടനിൽ.
അടുത്ത ചോദ്യം, റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട ഒരു ദാരുണ സംഭവം നടക്കുകയുണ്ടായി. അതിന്റെ പേരെന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. അടുത്തത് നോക്കൂ, വൈകുണ്ഠ സ്വാമിയുമായി ബന്ധമില്ലാത്തത് വില്ലുവണ്ടി സമരം ആരാണ് നയിച്ചത്? അയ്യങ്കാളി. ല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പൊ വില്ലുവണ്ടി അയ്യങ്കാളിയാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമി ആരംഭിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇതൊക്കെ വൈകുണ്ഠസ്വാമി ചെയ്ത കാര്യങ്ങളാണ്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. 29ാമത്തെ ചോദ്യം, ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പം ആരുടെ? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഭരണഘടനയിൽ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ. അങ്ങനെയും ചോദിക്കാം. അടുത്ത ചോദ്യം, AK ഗോപാലന്റെ നേതൃത്വത്തിൽ എന്ത് നടക്കുകയാണ്? പട്ടിണി ജാഥ നടക്കുകയാണ്. ആരാ നയിച്ചേ? AKG പട്ടിണി ജാഥ നയിച്ചു. എവിടെ നിന്നൊട്ട് എവിടം വരെ? കണ്ണൂര് മുതൽ മദ്രാസ് വരെയാണ് AKG എന്ത് നയിച്ചത്? പട്ടിണി ജാഥ നയിച്ചത്. കേട്ടോ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം. അന്യായമായ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ തടവിൽ വെക്കാനുള്ള അവകാശം ഇല്ല. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ആരൊക്കെ ചേർന്നു? ആരൊക്കെയാ ചേർന്നേ? അതായത് ആരൊക്കെയാ ചേർന്നേന്നൊന്ന് പറഞ്ഞേ. വക്കം അബ്ദുൾ ഖാദറും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ലക്ഷ്മിയും ചേർന്നു. ആരൊക്കെയാ ചേർന്നേ? വക്കം അബ്ദുൾ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. എവിടെ ചേർന്നു? INA-യിൽ ചേർന്നു. ആരുടെ സമരങ്ങളിൽ തൽപരരായി? സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിനോട്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കണം. ശരിയാണ്. ഇന്ത്യൻ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ശരിയാണ്. അല്ലെ? കേന്ദ്രത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് തെറ്റാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധിയുടെ പ്രധാന ചുമതല. അപ്പൊ എന്താണ് യോജിക്കാത്തത്? രണ്ടാമത്തേതാണ് യോജിക്കാത്തത്. അടുത്തത്, ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നയീം താലീം. എന്താണ് നയീം താലീം എന്ന് പറയുന്നത്? നയീം താലീം. അപ്പോ ഈ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആദ്യം തന്നെ നോക്കൂ, കൊടുത്തേക്കണേ. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്. ഗാന്ധിജി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അത് തന്നെയാണ് തെറ്റ്. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തണമെന്നും 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം നൽകണമെന്നും മാതൃഭാഷയിൽ നൽകണമെന്നും ഒക്കെ ഏതിൽ പറയുന്നുണ്ട്? നയീം താലീമിൽ പറയുന്നുണ്ട്. ഓർക്കുക. അടുത്ത നോക്കൂ, 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കണേ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് ചോദിക്കുന്നു. ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോ ഇത് തന്നെ തെറ്റാണ്. ആദ്യത്തെ തെറ്റാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ ശരിയല്ലേ? അപ്പോ 2ഉം 3ഉം 4ഉം ശരിയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ചട്ടമ്പി സ്വാമി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം,
തിരുവല്ലയിലെ ഇരവിപ്പേരൂര് ജനിച്ചു. അപ്പൊ എന്താണ് 3, 4 ശരിയാണ് അല്ലെ. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് ഏതാണ് സോറി ഏതാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പനാണ് അല്ലെ. അപ്പൊ 2ഉം 3ഉമാണ് ശരി. ഏതാണ്? 2ഉം 3ഉമാണ് ശരി. ശ്രദ്ധിക്കുക, 2ഉം 3ഉമാണ് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്നാ ചോദിക്കണേ. ചെമ്പ് എവിടേക്ക് ഉൽപ്പാദിപ്പിക്കണേ? ജാർഖണ്ഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും. എവിടെയാ? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇനി അടുത്തത് നോക്കൂ, മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യ ചോദിക്കണേ. അത് ഏത് മേഖലയാണ് പറയണേ? മൺപാത്ര നിർമ്മാണം ഏത് മേഖലയാ? ദ്വിതീയ മേഖലയാണ് കേട്ടോ. ഏത് മേഖലയാ? ദ്വിതീയ മേഖല. അടുത്തത്, പ്രത്യേക സാമ്പത്തിക മേഖല. അപ്പൊ നമ്മൾ ഇക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് SCERT ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് വലിയൊരു എന്താ പറയാ പ്രാധാന്യം കൊടുക്കില്ല. നോക്കി, ഇക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം വന്നു അല്ലെ. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ സാമ്പത്തിക മേഖല, രണ്ടാമത്തെ ചോദ്യം വന്നു. നോക്ക്, ബാങ്ക്, മൂന്നാമത്തെ ചോദ്യം വന്നു. അതുപോലെ തന്നെ ന്യൂ ഇക്കണോമിക് പോളിസി, 4ാമത്തെ ചോദ്യം വന്നു അല്ലെ. അപ്പൊ എത്ര നീതി ആയോഗ്, അതും ഇക്കണോമിക്സ് പ്ലാനിങ്, അത് ഇക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയി പറയാം. അപ്പോ 5 ചോദ്യമാണ് ഇതിൽ ഇക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നേക്കണേ. അപ്പൊ നമ്മള് ഒന്നിനെയും നമ്മള് പ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് അടുത്ത ചോദ്യം ഏതാ? പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് ഏതാന്നുള്ളതാണ്. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. അത് ശരിയാണ്. അപ്പൊ എവിടെയാ പകർത്തിയതെന്നും കൂടി ഓർത്തു വെക്കാം. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതും ശരിയാണ്. ഇത് രണ്ടാണ് അതിന്റെ ഉദ്ദേശം. ഇനി ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാ പറയണേ. 40ാമത്തെ ചോദ്യം, ശരിയല്ലാത്തത് ഏതെന്ന്. ഓരോന്നും നിലവിൽ വന്നതാണ് പറയണേ അല്ലെ. ഏതാണ്? അതായത് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, 1982 നബാർഡ്, 85 RRB. അപ്പൊ RRB എപ്പോ വന്നു എന്നൊന്ന് കമന്റ് ചെയ്യുക. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ക്ലിയർ ആയില്ലേ ശരിയല്ലാത്തത്. ഇനി സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്താണ്? എന്താണ്? നവ ഉദാരവൽക്കരണം. എന്താ പറയണേ? നവ ഉദാരവൽക്കരണം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആരാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണെന്നുള്ളത്. ഇത് ആരാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്? ഇതില് എന്താണ്? സുമൻ ബെറി അല്ലെ. ഇനി അടുത്തത് നോക്കി, 43, കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? കേരള ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ ആർക്കാണ്? നമ്മുടെ സർക്കാർ ജീവനക്കാരും മാത്രമല്ല പെൻഷൻകാരായിട്ടുള്ള ആൾക്കാർക്കും എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്? ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് എന്താണെന്നാ ചോദിക്കണേ. എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ പേരെന്താണ്? മെഡിസെപ്പ് എന്നാണ്. എന്താണ്? മെഡിസെപ്പ്. അപ്പോ പഠിച്ചു വെക്കുക, മെഡിസെപ്പ് ആണ്, മറക്കരുത് കേട്ടോ. അപ്പോ എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് എന്താണ്? ഏതാണ് ബാലസാഹിത്യ മാസികയുടെ പേര്? ഓപ്ഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? തളിര്. എന്താണ്? തളിര്. അപ്പൊ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാസികയാണ് എന്താ പറയുന്നത്? തളിര്. ഇനി അടുത്തത്, നമ്മളിവിടെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി, അത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള സമയത്ത് ഇതിൽ ഓപ്ഷൻ ഇപ്പോ ആരാണ്? അത് ടീച്ചർ വിട്ടുപോയി. അശോക് കുമാർ ലാഹിരി ട്ടോ. അത് ഓർത്തു വെക്കുക. നിലവില് ആരാണ്? ഇക്കണോമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറയാ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ
ഇദ്ദേഹമാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. ക്ലിയർ ആയില്ലേ? അത് ഓർത്തു വെക്കുക. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസിക തളിര്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ, അടുത്ത ചോദ്യം ആരാണ്? ചൈനാമാൻ കുൽദീപ് യാദവ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ചൈനാമാൻ കുൽദീപ് യാദവ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ചത് എന്നാണ് ചോദിച്ചത്? 1952 എന്നാണ് 1952. ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേരെന്താ? വോസ്റ്റോക്ക് 1 എന്നാണ്. വോസ്റ്റോക്ക് 1. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് നമ്മൾ ഏത് ദിവസമാണ്? ജൂലൈ 21 2019 അല്ലെ JC ഡാനിയൽ 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ഹരിഹരനാണ്. 2019 JC ഡാനിയൽ പുരസ്കാരം നിലവിൽ ആരാണ്? നിലവിലെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുള്ള കേട്ടോ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? നീരജ് ചോപ്ര ഹരിയാനക്കാരനാണ്. 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത്? ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 2025 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് അല്ലെ. ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വയ്ക്കുക. ഡേവിഡ് സലേ അല്ലെ. ഡേവിഡ് സലേ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? ഫ്ലഷ് എന്നതാണ് കൃതി. 2025 ഏതാണ് കൃതി? ഫ്ലഷ് എന്നതാണ് കൃതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത് കിരൺ ദേശായിയുടെ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന പുസ്തകം ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ടിരുന്നു 2025 എന്നും കൂടി ഓർത്തു വെക്കണം. അടുത്തത് നോക്കൂ. അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം. 2021 G20 നടന്നത് റോമിലാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? ചെറുകുടലാണ്. അടുത്ത ചോദ്യം. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. സങ്കര ഇനം തക്കാളിക്ക് ഉദാഹരണം ഏതാണ്? മുക്തിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണ്? തെന്മലയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും ഏതന്നെയാണ്? തെന്മല തന്നെയാണ്. അടുത്ത ചോദ്യം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? ഇതൊക്കെ നിങ്ങൾ എന്താ പറയാ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. കോവാക്സിൻ ആണ്. നിപ്പ രോഗത്തിന് കാരണം ആരാണ്? വൈറസ് ആണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി പഠിപ്പിച്ചു ഞാൻ കഴിഞ്ഞ ഓട്ടോപിക്സ് ആയിട്ട്. വികിരണമാണ്. 2 സമതല ദർപ്പണങ്ങളുടെ ഒടിജോടി അരികുകൾ ചുവടെ ചേർത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കും? ഏതാണ്? 30 ഡിഗ്രി. ഏതാ? 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് വാതകം ലഭിക്കുന്നു? ഹൈഡ്രജൻ ലഭിക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. ഈ തത്വം പ്രശസ്തമായിട്ടുള്ള ഈ തത്വം അല്ലെ പ്ലവക്ഷമ ബലം അല്ലെ ആർക്കമിഡീസ് തത്വം ആരുടെയാണ്? ആർക്കമിഡീസിന്റെയാണ്. യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞനാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ ആർക്കമിഡീസ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഐസ് ഉരുകി ജലകമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്താ സംഭവിക്കണേ? അത് കുറയുന്നു എന്ന് മനസ്സിലാക്കുക. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ ആദ്യ ബഹിരാകാശ യാത്രികൻ ആരെന്നെയാണ്? അദ്ദേഹം തന്നെയാണ്. ജെഫ് ബെസോസ് തന്നെയാണ്. അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ്
2021 ഏപ്രിൽ 21 അന്തരിക്കുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? മൈക്കിൾ കൊള്ളിൻസ് എന്നാണ്. ആരാണ്? മൈക്കിൾ കൊള്ളിൻസ്. ബാക്ക് ടു ബേസിക്സ് എന്താണ്? ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൊറോണ. ഇനി കേരള ആരോഗ്യമന്ത്രി ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം പുതിയത് വരാൻ പോവാണ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? പക്ഷിപ്പനി എന്താണ് കാരണം? വൈറസ് ആണ്. അപ്പോ വൈറസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക കേട്ടോ. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകാരോഗ്യ സംഘടന ജനീവയിലാണ്. ഓങ്കോളജി ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ അല്ലെ. അടുത്തത് എന്താണ്? DTP വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് ഏത് അസുഖം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്? വില്ലൻ ചുമ അല്ലെ. ഏതാണ്? വില്ലൻ ചുമ. അടുത്തത് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഏതാണ്? ഈഡിസ് ഈജിപ്തിയാണ്. സംയോജിത ശിശു വികസന പദ്ധതി അല്ലെ, ICDS പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1975. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? എത്ര പേർക്കാണ് ഒരു ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? 1000 പേർക്ക് ഒരു ആശ അല്ലെ. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? വയറിളക്ക രോഗങ്ങൾക്ക്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? പൂനെയിലാണ്. മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സിനെയാണ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എന്നാണ്? 2010. അപ്പൊ 80 ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. ഇതിൽ പലതും അതിൽ ഒട്ടുമുക്കാൽ ഭാഗം ചോദ്യങ്ങളും നമ്മൾ ഓട്ടോപിക്സ് ഭാഗത്ത് പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓട്ടോപിക്സ് നന്നായി കണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കമ്പനി ബോർഡ് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോ ആ പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.